പ്രിയ സുഹൃത്തുക്കളെ, ലയൺസ് ഇൻ്റർനാഷണലിൻ്റെ സംസ്ഥാനത്തെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ അനിൽ, അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായി എന്നോടൊപ്പമുള്ള പ്രിയ സുഹൃത്തുക്കൾ, അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ്. ലയൺസിൻ്റെ മുൻകൈയിൽ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ, നന്മ നിറഞ്ഞ നിരവധിയായ ഇടപെടലുകൾ സമൂഹം എപ്പോഴും ഓർക്കുന്ന ഒന്നാണ്. പ്രളയകാലത്തും കോവിഡ് കാലത്തും അവരുടെ മുൻകൈ പ്രവർത്തനങ്ങൾ നമ്മളെല്ലാം പ്രകീർത്തിച്ച ഒന്നാണ് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ലയൺസിൻ്റെ അംഗങ്ങളുടെ പിന്മുറക്കാർ, വിദ്യാർത്ഥികളും ചെറുപ്പക്കാരുമായ ലിയോ എന്ന പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങളായിട്ടുള്ള 2 കൂട്ടുകാരാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഇവരുടെ മുൻകൈയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ നന്മ നിറഞ്ഞ പ്രവർത്തനമാണ്. ക്യാൻസർ ബാധിതരായ കുഞ്ഞുങ്ങളെ വിശേഷിച്ചും അവർക്ക് ആശ്വാസം പകരാനും അവർക്ക് പല രൂപത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യത്തിലും, അതുപോലെ ആദിവാസി സമൂഹത്തിൽപ്പെടുന്നവരടക്കമുള്ള നിർധന കുടുംബങ്ങൾക്ക് ഉപയോഗമുള്ള വസ്ത്രങ്ങൾ എത്തിക്കുന്ന കാര്യത്തിലാണെങ്കിലും, അതുപോലെ പഠനവുമായി ബന്ധപ്പെട്ട സപ്പോർട്ടുകൾ നൽകുന്ന കാര്യമാണെങ്കിലും, ഇതെല്ലാം ലിയോയുടെ മുൻകൈയിൽ നടക്കുന്ന വിവിധ പ്രവർത്തികളാണ്. നമ്മുടെ പുതിയ തലമുറ, വിശേഷിച്ചും വിദ്യാർത്ഥികൾ, ഇന്നത്തെ കാലഘട്ടത്തിൽ അണുകുടുംബങ്ങളായിട്ടുള്ള വീടുകളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾ സഹായത്തിന് വേണ്ടുന്ന ആളുകളെ സഹായിക്കാൻ, അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ, സമൂഹത്തിൻ്റെ വിഷമതകളും പ്രയാസങ്ങളും അറിഞ്ഞ് അതിനോടൊപ്പം സഹകരിക്കാനുമെല്ലാം അവരുടെ പ്രവൃത്തിയിൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ശീലമായി മാറുന്നത് അഭിമാനത്തോടെ കാണുന്ന ആളുകളാണ് നമ്മളെല്ലാം. ആ പ്രവർത്തനങ്ങൾക്ക് വളരെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എല്ലാ ലയൺസ് കൂട്ടുകാർക്കും ഓണാശംസകൾ നേരാനും ഈ അവസരം വിനിയോഗിക്കട്ടെ. നമ്മുടെ ലിയോ പ്രസ്ഥാനത്തിൻ്റെ 2 കരുത്തരായ 2 സാരഥികളാണ് ഉമ്മിന ഷെരീഫും അതുപോലെ ലക്ഷ്മിയും. ഇവർ 2 പേരുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ കുറച്ച് പുസ്തകങ്ങൾ നമ്മൾ ഈ ലൈബ്രറിക്ക് KV സുരേന്ദ്രനാഥ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ലൈബ്രറിയിൽ നമ്മളിന്ന് നൽകുകയുണ്ടായി. അപ്പോൾ അത് തീർത്തും അഭിനന്ദനം അറിയിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മുടെ ലിയോ കുട്ടികൾ ചെയ്യുന്നത്. ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ലയൺസ് പ്രസ്ഥാനം വഴി ലിയോ ഡിസ്ട്രിക്റ്റിലെ കുട്ടികൾ ചെയ്യുന്നുണ്ട്. അത് തീർത്തും അവരുടെ കപ്പാസിറ്റിക്ക് അപ്പുറം നമ്മുടെ ക്യാൻസർ ബാധിതരായ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും, അവർക്ക് പോഷകാഹാരം നൽകുന്ന കാര്യത്തിലാണെങ്കിലും, അവരോടൊപ്പം സമയം ചെലവഴിക്കുന്ന കാര്യത്തിലായാലും, അതുപോലെ അവർക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ സജ്ജമാക്കുന്ന കാര്യത്തിലായാലും, ഫ്രീ ആയിട്ട് അവർക്ക് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നതിൻ്റെ കാര്യത്തിലായാലും, അവരുടെ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് കാര്യത്തിലായാലും, അവരുടെ കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിലായാലും ആദിവാസി മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ഈ കൂട്ടുകാർ ചെയ്യുന്നുണ്ട്. അതിന് ഇന്നിവിടെ നമ്മൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററും ശ്രീ GR അനിൽ സാറും, അതുപോലെ തന്നെ നമ്മുടെ ബഹുമാന്യനായ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് KP ജയചന്ദ്രൻ സാറും നമുക്ക് പരിപൂർണമായിട്ടുള്ള പിന്തുണയാണ് ലയൺസ് പ്രസ്ഥാനത്തിലുടനീളം ഈ കാലയളവ് അത്രയും നമുക്ക് നൽകിയിട്ടുള്ളത്. ഇനിയും നമ്മൾ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഈ ഈ 2 പ്രഗത്ഭന്മാരായ നമ്മുടെ നേതാക്കൾ നമ്മുടെ ഒപ്പം ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി അവർക്ക് എല്ലാ രീതിയിലുള്ള നന്മകളും ഉണ്ടാകട്ടെ എന്നും നന്ദിയും പറഞ്ഞുകൊണ്ട് ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. KV സുരേന്ദ്രനാഥ് ലൈബ്രറി ആൻഡ് പഠന കേന്ദ്രം ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് ഇന്ന് വളരെയധികം സന്തോഷകരമായ ഒരു ദിവസമാണ്. ഈ ലൈബ്രറിയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ ആ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന, ലോകത്തെ തന്നെ ഏറ്റവും നല്ല സാമൂഹിക പ്രവർത്തനം നടത്തുന്ന സംഘടനകളിലൊന്നായ ലയൺസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ലിയോ എന്ന സംഘടന ഈ ലൈബ്രറിക്ക് ആവശ്യമായ ബുക്കുകളുടെ ഒരു ഭാഗം സംഭാവന ചെയ്തു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ കാര്യമാണ്.
ഈ ബുക്ക് ഏറ്റുവാങ്ങിയത് കേരളത്തിൻ്റെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയും ഈ ലൈബ്രറിയുടെ പ്രസിഡൻറ്റുമായ ശ്രീ GR അനിലാണ്. ഒരു വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന എനിക്ക് ഈ ലൈബ്രറി ആരംഭിച്ച കാലം മുതൽ ഞങ്ങളൊരു 10,000 ബുക്കുകൾ സമാഹരിക്കുക എന്ന ഒരു ബുക്ക് സമാഹരണ യജ്ഞം കഴിഞ്ഞ 1 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ലയൺസിൻ്റെ ബഹുമാനായ ഗവർണർ ശ്രീ അനിൽകുമാർ അദ്ദേഹത്തോട് ഞങ്ങൾ ഈ ആവശ്യം പറയുകയും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ചേർന്ന് ലിയോ എന്ന അവരുടെ ഏറ്റവും ലീഡർഷിപ്പ് ക്വാളിറ്റി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതിന് പ്രവർത്തിക്കുന്ന ആ സംഘടനയുടെ കുട്ടികളെ കൊണ്ട് ഈ പുസ്തകങ്ങളിലൂടെ സംഭാവന ചെയ്യിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്, മാതൃകാപരമായ ഒരു കാര്യമാണ്. ഈ ലൈബ്രറി പ്രവർത്തിക്കുന്ന ഉദ്ദേശ്യങ്ങൾ അത് പ്രാവർത്തികമാക്കി തരുന്നതിന് ലയൺസും അതിൻ്റെ പ്രവർത്തകരും എല്ലാവരും ഇവിടെ ഉണ്ട്. അതിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പോൾ അവർ ചെയ്ത ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഇതിപ്പം ഓണം, കേരളത്തിലെ ഒരു മഹോത്സവമാണ് ഓണം. ഈ ഓണം ആഘോഷിക്കുന്ന വേളയിൽ ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്ത ലിയോയിലെ കുട്ടികൾക്കും ലയൺസിൻ്റെ ഭാരവാഹികൾക്കും ഈ ലൈബ്രറിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അവർക്ക് ഓണാശംസകൾ അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മൾട്ടിപ്പിൾ കൗൺസിൽ ലിയോ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാനിന്ന് വളരെയധികം സന്തുഷ്ടയാണ്. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് റീഡിംഗ് ആക്ഷൻ. വായനാശീലം വളർത്തിയെടുക്കുക എന്നുള്ള ആ ഒരു പ്രോജക്റ്റിന് മുന്നോടിയായി ലിയോ മൾട്ടിപ്പിൾ 318ഉം അതോടൊപ്പം ലിയോ ഡിസ്ട്രിക്ട് 318യും സംയുക്തമായി ചേർന്നുകൊണ്ട് തിരുവനന്തപുരത്തെ മുൻ MP ആയിരുന്ന അഡ്വക്കേറ്റ് KV സുരേന്ദ്രനാഥ് സാറിൻ്റെ ആശാൻ സ്മാരക ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകിയിരിക്കുകയാണ്. അത് നമുക്ക് നൽകാൻ സാധിച്ചത് മന്ത്രി, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായ GR അനിൽ സാറിനാണ് നമ്മൾ ഈ പുസ്തകങ്ങൾ നൽകിയത്. ഈ ഒരു നല്ല പ്രവർത്തനത്തിന് മുന്നോടിയായി നിന്ന് ലയൺസ് ഡിസ്ട്രിക്ട് 318യുടെ ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ PMJF ലയൺ അനിൽ വാസുദേവ് സാറിനും അതോടൊപ്പം ലിയോ ഡിസ്ട്രിക്ട് 318യുടെ പ്രിയങ്കരിയായ ലിയോ ഡിസ്ട്രിക്ട് പ്രസിഡൻറ്റ് ലിയോ ഉമ്മിന ഷെരീഫ്, അതോടൊപ്പം ലിയോ ഡിസ്ട്രിക്ട് 318യുടെ ലിയോ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൺ ഉമ്മർ സാറിനും എല്ലാ വിധത്തിലുള്ള ആശംസകളും അതോടൊപ്പം തന്നെ സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ പേരിലും ലിയോ മൾട്ടിപ്പിൾ കൗൺസിലിൻ്റെ പേരിലുമുള്ള നന്ദിയും ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്. ഇതുപോലെ തന്നെ എല്ലാ ഡിസ്ട്രിക്റ്റും മുൻകൈയെടുത്ത് ഈ ഒരു റീഡിംഗ് ആക്ഷൻ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റായ റീഡിംഗ് ആക്ഷൻ വളർത്തിക്കൊണ്ടുവരിക. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ലൈബ്രറികളിൽ നിങ്ങളിത് എസ്റ്റാബ്ലിഷ് ചെയ്യുക, വളർത്തിയെടുക്കുക ഈ ഒരു ശീലം. നന്ദി. ലയൺസ്, ലിയോസ് ആൻഡ് ഫാമിലീസ്, നമസ്തേ. KV സുരേന്ദ്രനാഥ് ആശാൻ നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാവ് KV സുരേന്ദ്രനാഥ് ആശാൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ആശാൻ സ്മാരകത്തിലെ KV സുരേന്ദ്രനാഥ് വായനശാലയിൽ കുറച്ച് പുസ്തകങ്ങൾ നൽകി സഹായിക്കാൻ നമ്മൾ ലിയോ ഡിസ്ട്രിക്ട് 318ക്ക് ഒരു ഭാഗ്യമുണ്ടായി. ഇത്രയും മനോഹരമായ ഈ വായനശാലയിലേക്ക് കുറച്ച് പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യനിലേക്ക് സർഗാത്മകമായി, ക്രിയാത്മകമായി അറിവ് പകർന്നു കിടക്കുന്ന ഒരു ആയുധമാണ്. അങ്ങനെയുള്ള കുറച്ച് പുസ്തകങ്ങൾ നമ്മൾ ലിയോ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായി നമുക്ക് ഈ വായനശാലയിലേക്ക് നൽകാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വളരെയധികം അഭിമാനപൂർവ്വവും സന്തോഷം നിറഞ്ഞതുമായ ഒരു കാര്യമാണ്. ഇന്നിവിടെ നിൽക്കുമ്പോൾ ലിയോ ഡിസ്ട്രിക്ട് 318യിലെ ഓരോ ലിയോസിൻ്റെയും പങ്ക് വളരെയധികം വലുതാണ്. അവർ നൽകുന്ന സ്നേഹവും അവരുടെ സേവന മനോഭാവവും എല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ലിയോ ഡിസ്ട്രിക്റ്റിൽ ചൈൽഡ്ഹുഡ് ക്യാൻസർ കെയറിൻ്റെ ഭാഗമായി അവർക്ക് കുറച്ച് ധനസഹായവും അവരുടെ ഇപ്പം കുറച്ച് സമയം ചെലവഴിക്കുവാനും നമ്മൾ ലിയോ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ലിയോ ഡിസ്ട്രിക്ട് 318യിലെ ഓരോ ലിയോസും അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ലയൺസ് നേതാക്കളും നമ്മൾ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നവരായി മാറുകയാണ്.
ദിനംതോറും സമൂഹത്തിൽ നിറഞ്ഞു മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇനിയും കാഴ്ചവെക്കുന്നതായിരിക്കും നമ്മളെല്ലാവരും. ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇന്നിവിടെ നമ്മുടെ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങിയത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായ അഡ്വക്കേറ്റ് GR അനിൽ സാറാണ്. അതോടൊപ്പം നമ്മുടെ ഈ ഡിസ്ട്രിക്റ്റിലെ ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറായിട്ടുള്ള PMGF ലയൺ അനിൽകുമാർ സാറും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി മിനി ആൻറ്റിയും ഈ ഒരു നിമിഷം ഇവിടെ നമ്മുടെ കൂടെ തന്നെ സന്നിഹിതരായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മൾട്ടിപ്പിൾ ലിയോ കൗൺസിൽ പ്രസിഡൻ്റായിട്ടുള്ള ലിയോ ലക്ഷ്മി എസ് കുമാറും നമ്മുടെ കൂടെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്നത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു സംഭവമായിരുന്നു.